ഹലോ എൻ്റെ പ്രിയപ്പെട്ട 10ാം ക്ലാസ്സുകാരെ, സ്കൂളൊക്കെ തുറന്നു നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും അല്ലേ മക്കളെ? ഞാൻ നിങ്ങളോട് ചെറിയൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞൊരു മാസത്തോളമായി ഞങ്ങൾ കേരളത്തിൻ്റെ പല ജില്ലകളിലൂടെ സൈലത്തിൻ്റെ എക്സലൻസ് അവാർഡിന് വേണ്ടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടേക്ക് ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു ഒറ്റ സ്വരം മാത്രമാണ്, സാറേ അസ്ത്ര ബാച്ച് ഇല്ലെങ്കിൽ എനിക്ക് ഈ ഫുൾ A+ കിട്ടൂലായിരുന്നു. സാറേ അസ്ത്ര ഉള്ളതുകൊണ്ട് മാത്രമാണ് സാറേ ഞാൻ ഇന്ന് ഈ വേദിയിൽ വന്ന് ഈ സൈലത്തിൻ്റെ എക്സലൻസ് അവാർഡ് മേടിക്കുന്നത്. ചില രക്ഷിതാക്കളൊക്കെ ഒരുമിച്ച് വന്നിട്ട്, സാറേ അവൻ ഫസ്റ്റ് ടൈം എക്സാം, അതായത് ഓണപരീക്ഷയ്ക്കൊന്നും തീരെ മാർക്ക് ഉണ്ടായിരുന്നില്ല സാറേ. പിന്നീട് സൈലത്തിൻ്റെ ക്ലാസ് കാണാൻ പറഞ്ഞതിന് ശേഷം അവിടുന്ന് ക്ലാസ്സുകൾ കണ്ട് ഒരു ചിട്ടയോട് കൂടി ഇങ്ങനെ കറക്റ്റ് എല്ലാ ദിവസവും ക്ലാസ് കണ്ടതിന് ശേഷം അവന് പിന്നീട് വരുന്ന പരീക്ഷകളിലൊക്കെ മാർക്ക് ഇങ്ങനെ ക്രമേണ കൂടി വന്നു. ഇന്നിപ്പോൾ ഞങ്ങളെല്ലാവരും ഫാമിലിയോട് കൂടി ഇങ്ങോട്ട് വരാനുള്ള കാരണം, നിങ്ങൾ ഓൺലൈൻ ടീച്ചേഴ്സിനൊക്കെ നേരിട്ട് കാണണം, ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് പറയണമെന്ന് അതിനുവേണ്ടി മാത്രമാണ് സാറേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ മക്കളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഇത് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. നിങ്ങളും ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നു, ഇനി ഇങ്ങനെ ഫുട്ബോളും അല്ലെങ്കിൽ ക്രിക്കറ്റും, ഞാൻ ഫുട്ബോളും ക്രിക്കറ്റും കളിക്കണ്ട എന്നല്ല പറയുന്നത്, പകരം മക്കളെ നിങ്ങൾ 10ാം ക്ലാസ്സിലായതുകൊണ്ട് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എന്താ പറയുക, ഇനിയിപ്പോൾ കളിക്കാനൊന്നും പോകണ്ട, 10ാം ക്ലാസ് എത്തിയാൽ ഇനി പഠിച്ചോ. ഇനി കല്യാണത്തിന് പോകുമ്പോൾ കല്യാണത്തിന് പോകണ്ട, 10ാം ക്ലാസ്സാണ് പഠിച്ചോ. സിനിമയ്ക്ക് ഒന്നിനും പോകണ്ട, ഇനി കൊല്ലം കഴിഞ്ഞിട്ട് ഫുൾ A+ നേടിയിട്ട് മാത്രം നീ എന്ത് ചെയ്താൽ മതി, ഇനി ഇങ്ങനെയുള്ള പ്രോഗ്രാമിനൊക്കെ പോയാൽ മതി. ഇങ്ങനെ കേട്ട് മടുക്കുന്ന കുറേ കുട്ടികളുണ്ടായിരിക്കും. ഇതൊക്കെ ഞങ്ങൾ ഈ ഒരു എക്സലൻസ് അവാർഡിന് പോകുമ്പോൾ പല കുട്ടികളും പല രീതിയിലും രക്ഷിതാക്കളും പറയുന്ന കാര്യങ്ങളാണ്. ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തി. മക്കളെ, നിങ്ങൾക്കും ഇപ്പോൾ സ്കൂൾ തുറന്നിട്ടുള്ളല്ലോ, അധികം കൂടുതൽ പഠിക്കാനൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തൊന്ന് ലാവിഷായി നടന്നുകൂടെ എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് കുട്ടികൾ ഇതിനകത്തുണ്ടായിരിക്കും. പക്ഷേ മക്കളെ, നിങ്ങളൊരു കാര്യം ഓർത്ത് വയ്ക്കേണ്ടത്, 10ാം ക്ലാസ്സാണ്. തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യുക, ഒരു അച്ചടക്കത്തോട് ഒരു ചിട്ടയോട് കൂടി നിങ്ങൾ ക്രമേണ കുറേശ്ശെ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവസാന സമയത്ത് ബുദ്ധിമുട്ടുണ്ട്. അതായത് പരീക്ഷയ്ക്ക് പഠിക്കുക അല്ലെങ്കിൽ പഠനം എന്ന് പറയുന്നത് ഒരു പെട്ടെന്നുള്ളൊരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. അത് ക്രമേണ പഠിച്ച് നിങ്ങൾ പോലും അറിയാതെ ഇങ്ങനെ പഠിച്ച് എന്ത് ചെയ്യും, പിന്നെ അതൊരു ആവേശമായി മാറും. അങ്ങനെ പഠിച്ച് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ സൈലത്തിൻ്റെ പുതിയൊരു അസ്ത്ര ബാച്ച് കൂടി തുടങ്ങിയിട്ടുണ്ട്. ഇത് തുടങ്ങാനുള്ളൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, പല കുട്ടികളും പല ടീച്ചേഴ്സിനും പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാണ്, സാറേ ഞങ്ങളിപ്പോൾ ഈ 2 മാസം കളിച്ച് നടക്കായിരുന്നു, സ്കൂളിപ്പോൾ തുറന്നു കഴിഞ്ഞു, ഇനി ഞങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ ഒന്നും പഠിച്ചിട്ടില്ല, എൻ്റെ ഫ്രണ്ട്സൊക്കെ സൈലത്തിൻ്റെ ഫസ്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് അവർ ഓണപരീക്ഷകളിലൊക്കെ പഠിച്ചു കഴിഞ്ഞു, സാറേ ഇനി ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, മെസ്സേജ് ചെയ്യുന്നുണ്ട്. മക്കളെ, നിങ്ങളുടെ സങ്കടത്തോടൊപ്പം സന്തോഷത്തോടൊപ്പം നിൽക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾ സന്തോഷിക്കുക, നിങ്ങൾ ഉയർന്ന മാർക്കുകൾ നേടുക, നിങ്ങൾ ആഘോഷിക്കുക, ഇതാണ് സൈലത്തിൻ്റെയും ഒരു ആവശ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഞങ്ങൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്, അസ്ത്ര 2.0. കേട്ടില്ലേ? എന്താണ് അസ്ത്ര 2.0? ഈ അസ്ത്ര 2.0യിൽ നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പഴയ ക്ലാസ്സുകളൊക്കെ കിട്ടുമോ സാറേ, അങ്ങനെയുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരിക്കും. ഒരു പേടിയും പേടിക്കേണ്ട മക്കളെ. അസ്ത്ര 2.0ൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടൊരു ഇൻസ്റ്റാ ലേൺ വരെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് എല്ലാ ചാപ്റ്ററുകളും വളരെ വൃത്തിയിൽ പഠിക്കുക എന്നുള്ളതാണ് ആ ഇൻസ്റ്റാ ലേണിനോടുള്ള നമ്മൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പഴയ ക്ലാസ്സുകളൊക്കെ റെക്കോർഡ് ക്ലാസ്സുകളായിട്ടൊക്കെ അതിനകത്തുണ്ടായിരിക്കും, അതൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് ഉഷാറായിട്ട് മുന്നോട്ട് പോകാൻ ഇനിയും നിങ്ങൾക്ക് അവസരമുണ്ട്. ആരും തന്നെ വൈകിയിട്ടില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ മൊബൈൽ ഫോൺ എടുക്കുക, നമ്മൾ അസ്ത്ര 2.0 എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, പെട്ടെന്ന് സൈലം ഫാമിലി ജോയിൻ ചെയ്യുക. നമുക്ക് വരാനിരിക്കുന്ന പരീക്ഷകളൊക്കെ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് സെറ്റായിട്ട് എഴുതാം. അങ്ങനെ ആഘോഷത്തോടെ സന്തോഷത്തോടെ സ്നേഹത്തോടെ നമുക്ക് ഒത്തൊരുമിച്ച് പഠിച്ചു പോകാം. ഓക്കേടാ, അപ്പോൾ അസ്ത്ര 2.0ൽ കാണാം. ബൈ ഡാ.